ഇന്നൊരു ടൂർ വ്ലോഗാണ്. കുറച്ച് നാളായിട്ട് കുട്ടികൾ പറയുന്നു കസിൻസൊക്കെ ആയിട്ട് ഒരു ടൂർ പോകണമെന്ന്. പ്രായമുള്ളവരും പൊടിക്കുഞ്ഞും ഒക്കെ ഉള്ളതുകൊണ്ട് ഏറ്റവും അടുത്തുള്ളൊരു ഡെസ്റ്റിനേഷനാണ് നോക്കിയത്. അങ്ങനെ എൻ്റെ കസിനാണ് സജസ്റ്റ് ചെയ്തത് പരുന്തുംപാറയുള്ള ഈഗിൾ ഗ്ലൈഡ് റിസോർട്ട്സ്. അങ്ങനെ 2 വീക്സിന് മുന്നേ തന്നെ ഞാൻ വിളിച്ച് റൂംസൊക്കെ ബുക്ക് ചെയ്ത് ഞങ്ങൾ കുട്ടിപ്പട്ടാളങ്ങളെല്ലാം ഉൾപ്പെടെ 12 മെമ്പേഴ്സാണ് ഉണ്ടായിരുന്നത്. പടച്ചോൻ ഇതൊക്കെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് കാണാനല്ലേ? ഇതൊക്കെ കാണാതെ നമ്മളങ്ങ് പോയാൽ അതൊരു നഷ്ടമല്ലേ? ഞങ്ങളുടെ വീട് ഓച്ചിറയാണ്. അവിടെ നിന്നൊരു 3 hours ഡ്രൈവ് ഉണ്ട് ഇടുക്കിയിൽ പീരിമേഡിലേക്ക്. ഇടുക്കി പീരിമേടുള്ള പരുന്തുംപാറയിലാണ് ഈ റിസോർട്ട്. കുട്ടിക്കാനം വഴി പരുന്തുംപാറ. കുട്ടിക്കാനത്തിറങ്ങി ലഞ്ച് കഴിച്ചു. ലഞ്ച് കഴിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര തിരക്കുള്ള റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. ഓപ്പൺ കിച്ചൺ റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. അവിടെ നല്ല പീക്ക് ടൈം ആയിരുന്നു, നല്ല റഷ് അവർ ആയിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് കിട്ടുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോൾ പൊതിച്ചോറും ബിരിയാണിയും കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ പൊതിച്ചോറും ബിരിയാണിയും മേടിച്ചു. പൊതിച്ചോറ് അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ല ഊണായിരുന്നു. റെസ്റ്റോറൻറ്റിലെ കുറച്ച് പൂക്കളുടെയൊക്കെ പടങ്ങളൊക്കെ പകർത്തി. നമ്മുടെ ടോർച്ച് ജിഞ്ചറിൻ്റെ പിങ്ക് കളറൊക്കെ ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ, ഹൈഡ്രേഞ്ചിയ. അങ്ങനെ കുറേ ചെടികളെയൊക്കെ ഒന്ന് നോക്കിയും കണ്ടും ഇങ്ങ് പോന്നു. 2 മണിക്കാണ് ചെക്ക് ഇൻ ടൈം. അങ്ങനെ ഞങ്ങൾ റിസോർട്ടിലെത്തി. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു റിസോർട്ടാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂംസ്, ഇൻ്റർ കണക്റ്റഡ് റൂംസ് എടുത്തിട്ടുണ്ട്. ഒരു റൂമിൽ നിന്ന് മറ്റു റൂമിലേക്ക് ഒരു എക്സ്ട്രാ ഡോറും കൊടുത്തിട്ടുണ്ട്. ഫാമിലിയൊക്കെ ആയിട്ട് പോകുന്നവർക്ക് കുട്ടികൾക്ക് കിടക്കാനൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ എടുക്കുന്നത് നല്ലതായിരിക്കും. ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ നല്ല ടീ എസ്റ്റേറ്റിൻ്റെ വ്യൂ ഒക്കെ ഉണ്ട്, മലകളുടെയൊക്കെ വ്യൂ ഉണ്ട്. നല്ല അടിപൊളി വ്യൂ ആണ്. ഇത് 1 month ആയിട്ടേ ഉള്ളൂ ഓപ്പൺ ആയിട്ട് കേട്ടോ. അതുകൊണ്ട് അതിൻ്റേതായ ഒരു ഫ്രഷ്നെസ്സും ഉണ്ട് ഇവിടെ. നമ്മൾ 7 കുട്ടികളുണ്ട് കേട്ടോ. കുട്ടികളെല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇതേ ഒരാൾ ഷൂ ഒക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നുണ്ടോ? 3 എണ്ണം എൻ്റെതാണ് കേട്ടോ. ബാക്കി 4 എൻ്റെ നാത്തൂൻ്റെയാണ്. ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഒരു ചായ കുടിക്കാനുള്ള പ്ലാനായിട്ട് റെസ്റ്റോറൻറ്റിൽ പോയി ചായയൊക്കെ കുടിച്ചു. ബാക്കിയുള്ളവർക്ക് ചായ റൂമിലേക്ക് ഓർഡർ ചെയ്തു. ചായയും സ്നാക്സും ഒക്കെ കഴിച്ചിട്ട് പിള്ളേർക്കൊക്കെ പൂളിൽ പോകണമെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ പൂളിലേക്ക് പോയി. ഇൻഫിനിറ്റി പൂളാണ്, കിഡ്സിന് സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ട്. അവരൊന്ന് ആർമാദിച്ചു. എന്നിട്ട് എല്ലാവരും ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം പരുന്തുംപാറ വ്യൂ പോയിന്റിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. ഏകദേശം 1.5 കിലോമീറ്ററേ ഇടുന്നുള്ളൂ. വ്യൂ പോയിന്റിലെത്തി. നമ്മുടെ വാഗമണിലെ പോലെ കുറേയധികം മൊട്ടക്കുന്നുകളുണ്ട്. പിന്നെ സൂയിസൈഡ് പോയിന്റും ഉണ്ട്. കുറച്ച് നല്ല വ്യൂ ആണ്. അവിടെ വൈകുന്നേരം നല്ല കോട ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം കുട്ടിക്കാനത്തുള്ള തേയില റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ഫുഡ് കഴിച്ചു. ബീഫ് സ്റ്റേക്കാണ് കഴിച്ചത്. അടിപൊളി ഒതൻറ്റിക് ടേസ്റ്റിലുള്ള ബീഫ് സ്റ്റേക്ക് ആയിരുന്നു കേട്ടോ. അപ്പോഴേക്കും റിസോർട്ടിൽ നിന്ന് വെളി വന്നു. ക്യാമ്പ് ഫയർ 8:30 വരെ ഉള്ളൂ. അതിന് മുന്നേ വന്നാലേ അതിന് പങ്കെടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. നമ്മൾ 8:15 ആയപ്പോഴേക്കും ക്യാമ്പ് ഫയറിലെത്തി. ആളുകളൊക്കെ ഒഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഒരു പാട്ട് വിട്ട് ജസ്റ്റ് ഒരു ക്യാമ്പ് ഫയർ, അത്രേ ഉള്ളൂ. കുട്ടികളൊക്കെ ആൾറെഡി ഒന്ന് കുഴഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ വലിയ രീതിയിൽ അങ്ങോട്ട് എൻജോയ് ചെയ്തില്ല. ചെറുതായിട്ട് ഡാൻസൊക്കെ കളിച്ചൊന്ന് പോയി, അത്രയേ ഉള്ളൂ. രാവിലത്തെ യാത്രയുടെ ക്ഷീണമൊക്കെ ആയിട്ട് എല്ലാവർക്കും ഉറക്കം വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരും പോയി കിടന്ന് ഉറങ്ങി. രാവിലെ എണീറ്റിട്ടൊരു മോർണിംഗ് വാക്കിന് പോയി കേട്ടോ. ഇതിൻ്റെ അകത്ത് തന്നെ ഒരു പ്രൈവറ്റ് വാട്ടർഫാൾ ഉണ്ട്. വേറൊരാളുടെയാണ്, പക്ഷേ നമുക്ക് പോയി കാണാനും ഒക്കെ പറ്റും. നമ്മളവിടെ പോയി, അവിടെ വെയിലായതുകൊണ്ട് ചൂടായതുകൊണ്ട് ഇപ്പം വലിയ വാട്ടർഫാളൊന്നുമില്ല, ചെറിയ രീതിയിലേ ഉള്ളൂ. എന്നിട്ടൊരു മോർണിംഗ് വാക്ക് പോലെ ഒരു പാത്ത് ഇട്ടിട്ടുണ്ട്. അതുവഴി നടന്ന് ടീ എസ്റ്റേറ്റൊക്കെ ഒന്ന് കണ്ട് ഇങ്ങനെ നടന്നു വന്ന് അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് പൂക്കളെയും ചെടികളെയൊക്കെ എന്നെ മാടി വിളിക്കുന്നുണ്ട്. അവരെയൊക്കെ ഒന്ന് പകർത്തി. എന്നിട്ട് എല്ലാവരും ഫ്രഷ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ. ഇത് കോംപ്ലിമെൻ്ററി ആണ്. നല്ല സർവീസ് വരുന്നു അവരുടെ. 11 മണിക്കാണ് ചെക്കൗട്ട് ചെയ്യേണ്ടത്. പക്ഷേ നമ്മളൊരു 9:30 ആയപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പ്ലാൻ ഇട്ടു. അങ്ങനെ നമ്മൾ ചെക്കൗട്ട് ചെയ്തു. അവിടെ എല്ലായിടത്തും ബൈ പറഞ്ഞ് ഇറങ്ങി. നെക്സ്റ്റ് പ്ലാൻ വാഗമൺ വഴി പോകാമെന്നായിരുന്നു. പക്ഷേ കുട്ടിക്കാനത്തെത്തിയപ്പോഴത്തെ അമ്മച്ചി കൊട്ടാരം കൂടി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മച്ചി കൊട്ടാരത്തിലേക്ക് പോയി. ഇത് 19-ാം നൂറ്റാണ്ടിൽ ശ്രീ മൂലം തിരുനാൾ, തിരുവിതാംകൂർ മഹാരാജാവായിട്ടുള്ള മൂലം തിരുനാൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പണി കഴിപ്പിച്ച കൊട്ടാരമാണിത്. അന്നത്തെ റാണിമാർക്ക് അമ്മച്ചിമാരെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് ഈ പേര് വന്നത്, അമ്മച്ചി കൊട്ടാരമെന്ന്. ഇതിപ്പോൾ ഒരു പ്രൈവറ്റ് പാർട്ടിയുടെ കയ്യിലാണ്. പക്ഷേ അവിടെ ഒരു കെയർ ടേക്കറുണ്ട്. നമുക്ക് റൂമൊക്കെ തുറന്ന് കാണിച്ചു തരും. ഏകദേശം 25 ഏക്കറോളം ഈ ഒരു പ്ലോട്ടിന് ചുറ്റുമുണ്ട്. ഒരു നിഗൂഢമായ സ്ഥലമാണ്. നമുക്കൊന്ന് പേടി തോന്നും അതിനകത്തോട്ടൊക്കെ ഒന്ന് കയറി പോകുമ്പോൾ. ഒരുപാട് സിനിമയുടെ ഷൂട്ടിങ്ങൊക്കെ ഇവിടെ വെച്ച് നടന്നിട്ടുണ്ട്. ലൂസിഫർ, കാർബൺ, അങ്ങനെയൊക്കെ. ഇതിലേക്കൂടെ നടക്കുമ്പോഴൊക്കെ ഒരു നല്ല വൈബാണ് കേട്ടോ. ഫുള്ളും പച്ചപ്പും നല്ല വലിയ മരങ്ങളും. ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അതിൻ്റെ അകത്തേക്ക് കയറി വലിയ സുഖമില്ല, എന്നാലും കുഴപ്പമില്ല. അതൊന്നും പ്രിസർവ് ചെയ്യാതെ വെച്ചിരിക്കുന്നതിൻ്റെതായ കുറച്ച് ഇതുണ്ട്. എന്നാലും പ്രശ്നമില്ല, നമ്മളൊന്ന് ജസ്റ്റ് കണ്ടിട്ട് ഇറങ്ങി. പുറമേയുള്ള സ്ഥലം നന്നായിട്ട് എൻജോയ് ചെയ്തു. എൻ്റെ കുട്ടികളും കണവനും ഒക്കെ ആയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഫുൾ ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തു. എന്നിട്ട് അവിടെ നിന്ന് തിരിച്ചു. വഴിയൊക്കെ നല്ല വൈബാണ് കേട്ടോ. ചുറ്റും മരങ്ങളും പൂക്കളും നല്ല ഭംഗിയുണ്ട്.
ഇവിടെ നിന്ന് ഇനി വാഗമണിലേക്കാണ് പോകുന്നത്. കുട്ടിക്കാനം ടു വാഗമൺ റൂട്ട് നല്ല കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു വഴിയാണ്. വാഗമൺ എത്തുമ്പോഴേക്കും നട്ടുച്ചയാവും. അതുകൊണ്ട് പൈൻ ഫോറസ്റ്റ് പിടിക്കാമെന്ന് കരുതി. അങ്ങനെ പൈൻ ഫോറസ്റ്റിലെത്തി. എൻ്റെ പൊന്നോ, ഒരു ഉത്സവപ്പറമ്പിലുള്ള ആൾക്കാരുണ്ട് അവിടെ. എങ്ങനെയെങ്കിലും ഒന്ന് അകത്ത് നിൽക്കണം. അങ്ങനെ ഞെങ്ങി ഞെരുകി അകത്ത് കടന്നപ്പോൾ ഉള്ളൊരു ഫീലുണ്ടല്ലോ, അടിപൊളി ഫീലായിരുന്നു. ആ ചൂടത്തും അതിനകത്തൊരു പ്രത്യേക അറ്റ്മോസ്ഫിയർ ആയിരുന്നു. നല്ല തണുപ്പുള്ള ഒരു അറ്റ്മോസ്ഫിയർ. ഞങ്ങളെല്ലാവരും അവിടെ കുറച്ച് നേരം ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെയും വീഡിയോസും ഒക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പുറപ്പെട്ടു. വാഗമൺ വഴിയല്ല പുറപ്പെട്ട, കുട്ടിക്കാനം റൂട്ട് വഴി തന്നെയാണ് പുറപ്പെട്ട് വന്നത്. അവിടെ ഒരു DTPCയുടെ റെസ്റ്റോറൻറ്റിൽ കയറി നല്ല ഫുഡ് കഴിച്ചു. നല്ല ഫുഡായിരുന്നു അവരുടേത്. ഭയങ്കര റഷായിരുന്നെങ്കിലും അവർ പെട്ടെന്ന് അത് മാനേജ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. തിരിച്ച് 6 മണിയായപ്പം വീട്ടിലെത്തി. അങ്ങനെ 2 ഡേയ്സ് കൊണ്ട് നമ്മുടെ ഒരു ട്രിപ്പ് അടിപൊളിയായിട്ട് കഴിഞ്ഞു. കുറച്ച് നല്ല ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ട് അങ്ങനെ ആ 2 ദിവസങ്ങൾ കടന്നുപോയി. നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് യാത്ര ചെയ്ത് നോക്കൂ. ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ചിന് ഇത് നല്ലതാണ്. നമ്മളെ ഒന്ന് റിഫ്രഷ് ആക്കും. താങ്ക് യു.